ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്തായിരുന്നെന്ന് നോക്കാം. വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് 2.5 ഗ്ലാസ് അരിയാണ് നമ്മളിടുന്നത്. ആര് വന്നാലും നമ്മുടെ വീട്ടിൽ 2.5 ഗ്ലാസ് അരി മതിയെന്ന്, ചോറ് അധികവും വരുവേ. അപ്പോൾ അങ്ങനെ വെള്ളം അടുപ്പിൽ വെച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരിയെല്ലാം കഴുകി അരി കഴുകിയിട്ടതിന് ശേഷം നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 സൈസിലെ മീനുണ്ട്. ചെറിയ ചെങ്കലവ ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ അതിന് പറയുന്നതെന്ന് അറിയത്തില്ല. മത്തി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി പറക്കി വെച്ചു. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് അതെല്ലാം പറക്കി എടുത്ത് വീണ്ടും ഒരു വെള്ളത്തിൽ കൂടി ഇടും മീൻ. വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം മീനെല്ലാം വെട്ടി. അത് മത്തി ഉണ്ടായിരുന്നു, പിന്നെന്തോ കണ്ണി അയില, ചെങ്കലവ. ഇത് 3 സൈസ് മീനായിരുന്നു. നമുക്ക് 2 പേർക്ക് ഇന്ന് ഫുഡ് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇത് ഇന്നത്തെ അല്ലേ, കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് പൊരിക്കാനുള്ളതെല്ലാം മാറ്റി വെച്ചു, കറി വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് കുറച്ച് പച്ചക്കറി എടുത്തരിഞ്ഞു. അതൊരു അവിയൽ പോലെ ഉണ്ടാക്കി. 2 ആൾക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ വീട്ടിലുള്ളവർക്കും കഴിക്കണ്ടേ. കുറച്ച് അവിയലും ഉണ്ടാക്കി, പിന്നെ കുറച്ച് തോരനൊക്കെ ഉണ്ടാക്കി. ഇടയ്ക്ക് ഞാൻ തോരൻ ഉണ്ടാക്കി. എന്നിട്ട് ചട്ടിയെല്ലാം അടുപ്പിൽ വെച്ച് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ഉലുവ, കടു ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് വഴറ്റി അതിൻ്റെ ഒരു മണമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ തിളച്ച ചൂടുവെള്ളം ഒഴിച്ച്. അതിൻ്റെ ഇടയ്ക്ക് പയറിൻ്റെ തോരനുണ്ടായിരുന്നു, പപ്പായ തോരനുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അരപ്പെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീനിട്ട് അത് കഴിഞ്ഞിട്ട് മീനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മോരുകറി ഉണ്ടാക്കി. തക്കാളിയൊക്കെ ഇട്ടുള്ള ഒരു മോരുകറി ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിക്കാൻ വെച്ചു. മീനൊക്കെ പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുഞ്ഞിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അന്ന് കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ ഞാൻ ദോശ അതെല്ലാം കൊടുത്തു വിട്ട്. പിന്നെ ഉച്ചയ്ക്ക് അവൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ് ഭക്ഷണം, കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു അന്ന്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ കഞ്ഞിക്കൊക്കെ പൊടിയരി ഇട്ട് കഞ്ഞി വെച്ചിട്ട് കുഞ്ഞിന് അരച്ചത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് കൊടുത്തു വിടും. പൊരിക്കാനുള്ള മീനെല്ലാം പുരട്ടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് അതെല്ലാം പുരട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് പപ്പടം എല്ലാം പൊരിച്ച്, പിന്നെ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് അതൊന്നും നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല. എല്ലാം കൂടെ വീഡിയോ പിടിക്കാനുള്ള സമയമില്ല. ഒരു കൈ കൊണ്ട് വേണ്ടേ ഇതെല്ലാം ചെയ്യേണ്ടത്. വീഡിയോ പിടിക്കുന്നതും ഒരു കൈ കൊണ്ട് വേണ്ടേ, ഒരു കൈ കൊണ്ട് ഇതെല്ലാം ചെയ്യുകയും വേണം. അങ്ങനെ മീനെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ മീൻ പൊരിച്ച് കുറച്ച് മീൻ 2 കട്ടമായിട്ട് പൊരിച്ചെടുത്തു. ചെങ്കലവ ഉണ്ടായിരുന്നു, അത് പൊരിച്ചു. മത്തി എല്ലാം വേറെ പൊരിച്ച് മാറ്റി. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ ഫുഡ് കൊടുക്കാനുള്ള പാത്രം എല്ലാം കഴുകി വെച്ചപ്പോഴത്തേനും മീൻകറിയൊക്കെ നല്ല തിളച്ച് നല്ല വറ്റി വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നെങ്കിലേ എനിക്ക് കറി ശരിയാവത്തുള്ളൂ. അല്ലാതെ എനിക്ക് വെളിച്ചെണ്ണയൊന്നും ഇറങ്ങാതെ ഇങ്ങനെ കറിയൊക്കെ വെച്ചാൽ എനിക്കിഷ്ടമല്ല അത്. അപ്പം മോരുകറി, അവിയൽ, പിന്നെ ചോറൊക്കെ അപ്പോഴത്തേക്കിന് വെന്ത് കല നിറച്ച ചോറുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഊറ്റിയെല്ലാം എടുത്ത് വെച്ച് പിന്നെ മീനെല്ലാം പൊരിച്ച് 2 സംഘത്തിലായിട്ട് മീനെല്ലാം മത്തിയും പൊരിച്ചു. മറ്റേ ചെങ്കലവ, നിങ്ങളുടെ നാട്ടിൽ മീൻ ചെങ്കലവ എന്നാണോ പറയുന്നതെന്നൊന്നും അറിയത്തില്ല. ചിലത് പുതിയാപ്പിളക്കോരയെന്ന് പറയും, ചിലർ കോരയെന്ന് പറയും. അങ്ങനെ പിന്നെ ചെങ്കലവ പൊരിച്ച് കോരിയതിന് ശേഷം പിന്നെ നമ്മൾ മത്തിയെല്ലാം പൊരിച്ചു. അപ്പോഴത്തേക്കിന് കഞ്ഞിയെല്ലാം വെന്ത് വന്നു. പിന്നെ നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 2ാമത് മത്തിയൊക്കെ ഇട്ട് കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ മത്തിയൊക്കെ പൊരിക്കുന്നത്. നല്ല പൊരിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. കൂടുതൽ നമ്മൾ അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കത്തില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റാണ് പോകുന്നത്. പിന്നെ പപ്പടം, അപ്പോൾ പപ്പടമൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പപ്പടമൊക്കെ പൊരിക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് പപ്പടം ഇല്ലാതെ ചോറിറങ്ങത്തില്ല. ഞാൻ അതിന് എപ്പോഴും പറയും, പപ്പടം പൊരിച്ച് ഞാൻ കെട്ടിത്തൂക്കിത്തരാം, നിങ്ങൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറയും.
ഇളയ മോന് അത്ര നിർബന്ധമൊന്നുമില്ല. മൂത്ത മോന് പപ്പടം അരികിൽ ടിന്നിൽ ഇട്ട് വെക്കണം. ഭക്ഷണം വെച്ചാൽ ഉടനെ ടിന്നിനകത്ത് പിന്നെ ഒരു ടിന്ന് നിറച്ച് പപ്പടം വെക്കണം. ഒരു 7-8 പപ്പടം അങ്ങ് കഴിക്കും. ചോറിനെക്കാട്ടി മുന്തി നിൽക്കുന്ന പപ്പടം. പിന്നെ എൻ്റെ കറികളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കറികളും എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള പാത്രമൊക്കെ എപ്പോഴും കഴുകി ഞാൻ വെച്ചതാണ്. അപ്പം ഞാൻ എല്ലാത്തിലും ചോറെല്ലാം വിളമ്പി തയ്യാറാക്കാൻ പോവാണ്. കണ്ടില്ലേ, പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത് വെച്ച് അങ്ങനെ ചോറെല്ലാം ഞാൻ എടുത്ത് എല്ലാത്തിനകത്തും ചോറും കറിയും പൊരിച്ച മീൻ നാരങ്ങാച്ചാറ് എല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇനി ഇത് നമുക്ക് കൊടുത്തു വിടാനുള്ളതാണ്. ഞാനിനി ഇത് കൊടുത്തു വിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.